നമസ്കാരം അമ്മേ. സിദ്ധസംഗമത്തിന് ശേഷം വീണ്ടും ഗ്രീൻ മെഡിൽ എത്തിയിരിക്കുകയാണല്ലോ. ഒത്തിരി സന്തോഷമുണ്ട്. ഇനി അമ്മയെ കാണുമ്പോൾ ഒരു സംശയം തീർക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതായത് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഗുരുതരമായ ഒരു പ്രശ്നമായി ഡിപ്രഷൻ മാറിയിരിക്കുകയാണ്. പണ്ട് ചുരുക്കം ചിലരിൽ കണ്ടുവന്നിരുന്ന ഈ രോഗം ഇന്ന് പ്രായഭേദമില്ലാതെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം അമ്മയ്ക്കറിയാമെന്ന് പറഞ്ഞിരുന്നു. അതായത് ശ്രീമദ് ഭാഗവതത്തിലുണ്ടെന്ന് അമ്മ ഒരു തവണ എന്നോട് പറഞ്ഞിരുന്നു. ഒരു ഭാഗവത ആചാര്യയായ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണ് ഇതിനെപ്പറ്റി പറയാൻ കഴിയുക? നമസ്കാരമുണ്ട്, എല്ലാവർക്കും പ്രണാമം. ഡോക്ടർ സ്മിത ചോദിച്ച ചോദ്യത്തിന് വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ഉത്തരമാണ് നൽകേണ്ടത്. പക്ഷെ നമ്മൾ വളരെ ലഘുവായിട്ട് ഇതിനെ ഒരു ശ്രമം നടത്താം. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് മാത്രമേ ഇത് കരുതാവുള്ളൂ. കാരണം 18,000 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭാഗവതത്തിലെ ആ വിഖ്യാതമായ ശ്രീകൃഷ്ണചരിതം ആലേഖനം ചെയ്തിരിക്കുന്ന ഭാഗവതത്തിലെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഇന്നിപ്പോഴേ ഭഗവാന്റെ കാരുണ്യത്താൽ ഞാൻ ഇരിക്കുന്ന കൊട്ടാരക്കര ശ്രീഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ട് അടൂർ ഗ്രീൻ മെഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. ഒരു ഭാഗവതാചാര്യ എന്തുകൊണ്ട് ഗ്രീൻ മെഡ് എന്ന് പറഞ്ഞൊരു ഒരു ഹോസ്പിറ്റൽ, അതായത് ആയുർവേദം ഹോമിയോ എങ്ങനെ ചെയ്തു വിവിധം, അതിൻ്റെ MD ആണ് ഡോക്ടർ സ്മിത. അവിടെ എത്തിയെന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. കാരണം ഡോക്ടർ സ്മിത ചോദിച്ച ചോദ്യം എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻജിനീയർമാരും ഡോക്ടർമാരും വീട്ടമ്മമാരും പ്രായമായവരും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഡിപ്രഷൻ മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. ഒറ്റപ്പെട്ടു പോയ ഒരു സമൂഹമാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ ആ സമൂഹത്തിലെ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളാതെ ജീവിച്ച് വന്നതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഡിപ്രഷൻ. പ്രായമായവരിൽ ഏറ്റവും കൂടുതലാണ് വിഷാദരോഗം. അത് പിന്നെ ഷുഗർ, പ്രഷർ എന്ന് പറഞ്ഞ് പലവിധ പേരുകളിട്ടിട്ട് മരിക്കാനായിട്ട് മരുന്ന് കൊടുക്കുക, മരിക്കാനായിട്ട് മരുന്ന് കഴിക്കുന്നതാണ് പറയുന്നത്, അല്ലാതെ ജീവിക്കാനായിട്ടല്ല. അപ്പോഴേ ഇതിനൊരു പരിഹാരം വളരെ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ശ്രീമദ് ഭാഗവതം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താ ഇത് ധാരാളം യജ്ഞശാലകളുണ്ട്, യജ്ഞങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, ഇവിടെയൊക്കെ പോയിട്ട് കേൾക്കുന്ന ഈ സാധനമാണോ ചികിത്സയ്ക്ക് ഉപയോഗിക്കേണ്ടതെന്ന്. അതെ, പക്ഷേ നിങ്ങൾ കാണുന്ന രീതിയിലോ നിങ്ങളുടെ ആചാര്യന്മാർ പറഞ്ഞു തന്ന രീതിയിലോ അല്ല ഞാനിതിനെ കണ്ടിരിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടിലൂടെ കടന്നുപോയപ്പോൾ ഒരു ശാസ്ത്രീയമായ അവലോകനത്തിലൂടെ ഭക്തിപരമായിട്ട് ഞാനിതിനെ പിന്തുടർന്ന് ആചാര്യന്മാർ പറഞ്ഞനുസരിച്ച് 50 കൊല്ലമായിട്ട് ഞാനിത് പഠിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് പരീക്ഷിച്ച് നോക്കുകയാണ്, ഗവേഷണം നടത്തുകയാണ്. ഇപ്പോൾ പോലും ഞാനിത് പറയാൻ കാര്യം, ആയുർവേദ ശാഖയിൽ അവർ മാത്രം അല്പമെങ്കിലും നമ്മളെ ഒന്ന് അംഗീകരിക്കുന്നുണ്ട്. അതായത് ദൈവ വ്യപാശ്രയ ചികിത്സയെന്ന് അവർക്ക് ഒരു ബ്രാഞ്ചുണ്ട്. മരുന്ന് മാത്രം പോരെ, മന്ത്രവും മറ്റു ചില കാര്യങ്ങളും കൂടെ വേണമെന്ന്. ആ ദൈവത്തെ കൂടി കൂട്ടുപിടിക്കുന്ന ആ ചികിത്സാ സമ്പ്രദായം, ഭാരതത്തിൻ്റെ തനതായ സമ്പ്രദായം, അത് നമ്മുടെ ആശ്രമത്തിൽ അത് നമ്മൾ പ്രയോഗത്തിൽ വരുത്തുന്നുണ്ട്. അതിൽ നമ്മൾ വോയിസ് തെറാപ്പി എന്ന് നിങ്ങൾ പറയുന്ന പോലെ വോയിസ് തെറാപ്പി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി അന്വേഷണങ്ങൾ നടത്തി, ഗ്രന്ഥങ്ങൾ വായിച്ചു, മഹാത്മാക്കളെ കണ്ടു, ഡോക്ടർമാരെ കണ്ടു. തീർച്ചയായിട്ടും അതിൽ നിന്ന് നല്ല ഉത്തമമായൊരു റിസൾട്ട് കിട്ടി. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് ശ്രീമദ് ഭാഗവതം തന്നെ, രാമായണം നമുക്ക് ഉൾപ്പെടുത്താം, പക്ഷേ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് കാണുന്നത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പഠനവും ശ്രവണം, കീർത്തനം, പഠനം. പക്ഷെ ഇന്ന് നമുക്ക് വളരെ ദുർലഭമായിട്ട് മാത്രമേ പഠിക്കാനോ ആളുകളുള്ളൂ. യജ്ഞശാലകൾ മുഴുവനും സദ്യശാലകളായി മാറുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെ ആരെ കൊണ്ട് പഠിപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇത് ജനങ്ങളിൽ എത്തിക്കാം എന്ന് ആലോചിച്ച് വളരെ ഭീഷണമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഞാനും. എനിക്ക് അത്തരം നിങ്ങൾ പറയുന്ന ഡിപ്രഷനല്ല, പക്ഷേ ഇതൊന്ന് പറയണ്ടേ, അറിയേണ്ട കാര്യങ്ങൾ, അറിഞ്ഞ സത്യങ്ങൾ, ഫലപ്രദമായ കാര്യങ്ങൾ അങ്ങോട്ട് ജനങ്ങളിൽ എത്തിക്കാൻ നമുക്ക് ഇന്നത്തെ സംവിധാനം പോരാ, ക്ഷേത്രങ്ങൾ പോരാ. ബ്രഹ്മണേ നാഭിപങ്കജേ സ്ഥിതായ ഭവവീതായ കാരുണ്യാത് സംപ്രകാശിതം എന്നാണ് ഇതിൻ്റെ പറയുന്നത്. ഇതം ഭഗവതാപൂർവം ബ്രഹ്മണേ നാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ
കാരുണ്യ സംപ്രകാശിതം. പൂർവം എത്രയോ പണ്ട്, യുഗങ്ങൾക്ക് മുമ്പ് സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മദേവന് ഡിപ്രഷൻ ഉണ്ടായി എന്നാണ്. ഭവഭീതി, ഈ സംസാരമെല്ലാം കണ്ട്, ഈ പ്രപഞ്ചമെല്ലാം കണ്ടിട്ട് ഒരാദി ഉണ്ടായെന്നാണ് പറയുന്നത്. ആർക്കാ? സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന്. ഇതം ഭഗവതാ പൂർവം ബ്രഹ്മണേ നാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യ സംപ്രകാശിതം. എവിടെയായിരിക്കുന്നത് ബ്രഹ്മദേവൻ? പുരാണങ്ങൾ പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ നാഭിപങ്കജത്തിൽ നിന്നാണ്. നാഭിയിൽ നിന്ന് പോകുന്ന ആ ഒരു സ്ഥാനത്ത് അദ്ദേഹം വസിക്കുകയാണ്. അത്രയ്ക്ക് ക്ലോസാണ് ഈശ്വരനുമായിട്ട്, ഈ പ്രപഞ്ച സൃഷ്ടാവുമായിട്ട്. അദ്ദേഹത്തിനാണ് ഉണ്ടായിരിക്കുന്ന ഭവഭയം. ഒരു മാർഗവും ഇല്ല. അദ്ദേഹം തപസ്സനുഷ്ഠിക്കാനായിട്ടാണ് നിർദ്ദേശം വന്നത് പ്രകൃതിയിൽ നിന്ന്. ത പ എന്ന 2 അക്ഷരമാണ് അദ്ദേഹത്തിന്. അതും കൊടുത്തില്ല. അക്ഷരമാലയിൽ 16-ാമത്തേത് 21-ാമത്തേത് അക്ഷരം എന്നൊരു വാണി കേട്ടെന്നാണ്. അത് തായും പായുമാണ്. അദ്ദേഹം തപസ്സനുഷ്ഠിച്ചു. വർഷങ്ങൾ എത്ര പോയെന്നറിയില്ല. അദ്ദേഹത്തിന് വൈകുണ്ഠലോകം കാണിച്ചു കൊടുത്തു ഭഗവാൻ. എന്നിട്ട് അദ്ദേഹം ആ കാരുണ്യ, തൻ്റെ പുത്രസ്ഥാനത്തിരിക്കുന്ന ബ്രഹ്മദേവനോടുള്ള കാരുണ്യം കൊണ്ടാണ് ഭാഗവതം ഉപദേശിച്ചത്. 4 വരിയുള്ള ഭാഗവതമാണ് ബ്രഹ്മദേവന് കിട്ടിയത്. ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരണമെങ്കിൽ ഒരു ഗുരുശിഷ്യ ബന്ധം വേണം. ഇത് പഠന വ്യവസ്ഥയെ കൊണ്ടുവരണം. ഭാഗവതം പഠിച്ചിട്ട് എന്ത് കിട്ടാനാണെന്ന് ചോദിച്ചവരുണ്ട്. ഭാഗവതം പഠിച്ചാൽ മാത്രമേ കിട്ടേണ്ടത് കിട്ടത്തുള്ളൂ. അത് ഗുരുശിഷ്യ ബന്ധത്തിൽ വേണം. എനിക്കൊരു ഗുരുവുണ്ട്, ഭഗവാൻ ശ്രീ ശിവപ്രഭാര സിദ്ധിയോഗി. യോഗിയാണ്, പക്ഷേ അദ്ദേഹം എൻ്റെ നാവിലെഴുതി തന്ന ശ്രീമദ് ഭാഗവതമാണ്. 1000ഓളം യജ്ഞങ്ങൾ ചെയ്തു. അനേക യജ്ഞശാലകൾ കണ്ടു കഴിഞ്ഞു. അനേകം മനുഷ്യരെ കണ്ടു കഴിഞ്ഞു. എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും കണ്ടു കഴിഞ്ഞു. എല്ലാവർക്കും സന്തോഷമാണെന്നാണ് പറയുന്നത് ഇതിലെ തത്വം കേട്ട് കഴിയുമ്പോൾ. കഥയല്ല. അപ്പോഴതവിടെ നിൽക്കട്ടെ. ബ്രഹ്മദേവൻ്റെ കാര്യം നമ്മളങ്ങനെ കണ്ടു. 4 വരി ഭാഗവതമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അടുത്ത അവസ്ഥയിലേക്ക് നമുക്ക് കടക്കാം. കഥയെന്ന് എനിക്ക് പറയാനൊക്കില്ല. അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ഈ ഭാഗവതം സാക്ഷാൽ ശ്രീ വേദവ്യാസ ഭഗവാനാണ് നമുക്ക് എഴുതി തന്നിട്ടുള്ളത്. 4 വേദത്തെ 4ആയി പകുത്തു. ഓങ്കാര പ്രണവത്തെ, പിന്നെ ശാസ്ത്രങ്ങൾ എഴുതി, പിന്നെ ഉപപുരാണങ്ങൾ എഴുതി. എല്ലാം എഴുതിയ മഹാത്മാവ്. എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം അറിയാം വേദവ്യാസൻ എന്ന് പറഞ്ഞാൽ. ആ വേദവ്യാസ ഭഗവാനാണ് ആദ്യമേ പ്രപഞ്ചത്തിൽ ഡിപ്രഷൻ ഉണ്ടാകുന്നത് ബ്രഹ്മാവിന് ശേഷം. ഡിപ്രഷൻ, അസലായ ഡിപ്രഷൻ, വിഷാദ രോഗമെന്ന് തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവി ഭാഗവതത്തിലും ശ്രീമദ് ഭാഗവതത്തിലും. വിഷാദമഗ്നനായിട്ട് ഇത്രയും പണ്ഡിതനായിരിക്കുന്ന വേദവ്യാസൻ തൻ്റെ ആശ്രമത്തിൽ നിഷ്ക്രിയനായിട്ടിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഭാഗവതം ചരിത്രമാണ്. ശ്രീകൃഷ്ണൻ്റെ ജന്മം ചരിത്രമാണ്. ദ്വാരക ചരിത്രമായി മാറിക്കഴിഞ്ഞു. എല്ലാം ചരിത്രമാണ്, അല്ലാതെ കഥയല്ല. ആ ചരിത്രത്തിൽ സാക്ഷാൽ പണ്ഡിതനായിരിക്കുന്ന വേദവിജ്ഞാനത്തിൻ്റെയൊക്കെ ഉറവിടം എന്ന് പറയുന്ന പോലെയുള്ള ഭഗവാൻ വേദവ്യാസൻ വിഷാദരോഗം ബാധിച്ച് നിഷ്ക്രിയനായി തൻ്റെ ആശ്രമത്തിൽ ഏകാഗിയായിരുന്നു ദുഃഖിച്ചു എന്നാണ്. വിഷാദം ഉണ്ടായാൽ പിന്നെ ദുഃഖം ഉണ്ടാകത്തില്ല. അതിൻ്റെ കൂടെ ദുഃഖം ഉണ്ടായാലും വിഷാദം ഉണ്ടാകും. അപ്പോൾ ഈ ദുഃഖത്തിൻ്റെ കാരണം അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഈ ഡിപ്രഷൻ്റെ കാരണം അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. വിഷാദമഗ്നനായിരിക്കുന്ന ഒരാൾ ക്രമേണ മനസ്സ് കൈവിട്ട് പോയിട്ട് എന്താണ് തനിക്കിതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, ആരംഭത്തിൽ ഈ വിഷാദം എനിക്ക് എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഇതിനൊരു മറുകരയുണ്ടോ, ഇത് ആരെ കൊണ്ട് മാറ്റാമെന്ന് നമുക്ക് ഇന്നും അറിയത്തില്ല. നമ്മുടെ ഈ സമാജത്തിൽ ഒട്ടനവധി പേര് ഡിപ്രഷൻ ഉണ്ടായിട്ട് ഗുളിക കഴിക്കുന്നവരാണ്. ഡിപ്രഷൻ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഈ സമാജത്തിൽ. ഒരു കുടുംബത്തിൽ തന്നെ 3-4 പേരുണ്ടെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പരസ്പരം മിണ്ടത്തില്ല, പരസ്പരം ഹൃദയം പങ്കുവയ്ക്കത്തില്ല, യാതൊരു വിധമായ കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ പോകുന്ന കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ മഹാരോഗം എന്ന് പറയുന്നത് കൊറോണയൊന്നുമല്ല, വിഷാദരോഗമാണ്. ഈ വിഷാദ രോഗം ഒരു ജീവനെ ഉന്മൂലനാശനം ചെയ്യും, മരണത്തിലേക്ക് നയിക്കും. ആധുനിക സൈക്യാട്രിയിലെ ഗുളികകളും അതും ഇതൊക്കെ ഉണ്ടെന്ന് ഉറങ്ങാൻ പറ്റും. പക്ഷേ ഉറക്കം കഴിയുമ്പോൾ വീണ്ടും പൊങ്ങി വരും ആ മാനസികാവസ്ഥ. അനേക ആളുകൾ
എനിക്കറിയാം. ഇത്രയും ഭാഗവതത്തിൽ ജീവിച്ച് മരിക്കാൻ ശ്രമിക്കുന്നവർ, മരിക്കാമല്ല, ജീവിതത്തിൽ ഭാഗവതം തന്നെ കൈക്കൊണ്ട് നടക്കുന്ന എനിക്ക് പോലും കാലസ്ഥിതിയുടെ ആ പ്രേരണ കൊണ്ടും സമ്മർദ്ദം കൊണ്ടും ഇതുണ്ടാവുന്നുണ്ട്. പക്ഷേ ഞാൻ ഭാഗവതം മനസ്സിലാക്കിയ ആളായതുകൊണ്ടും ശ്രീകൃഷ്ണ ഭക്തയായതുകൊണ്ടും എനിക്കത് വരുന്നില്ല. അതിനെ ജയിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, വേദവ്യാസ ഭഗവാന്റെ വിഷാദം സാക്ഷാൽ ബ്രഹ്മദേവൻ തന്നെ അറിഞ്ഞു. പ്രപഞ്ചാതീതമായ ലോകങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. സത്യലോകമെന്ന ബ്രഹ്മലോകത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ അങ്ങേക്കരയ്ക്ക് അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം ശ്രീനാരദരെ തന്നെ, പുത്രനെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു വ്യാസാശ്രമത്തിലേക്ക്. നാരദരവിടെ എത്തുന്നു. നാരദരെത്തി ഉപചാരങ്ങൾ സ്വീകരിച്ച് വ്യാസനോട് സംസാരിക്കുകയാണ്. അങ്ങയുടെ ഈ ദുഃഖകാരണം ഞങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അങ്ങയുടെ ഈ വിഷാദം ബ്രഹ്മ ലോകത്ത് വരെ പാട്ടായി കഴിഞ്ഞു. അങ്ങേക്ക് എന്താണ് ഈ വിഷാദം ഉണ്ടായെന്നതിൻ്റെ കാരണം അങ്ങേക്ക് അറിയാമോ? അറിയില്ല നാരദ, അറിയില്ല മഹർഷി, അറിയില്ല, അടിയൻ അറിയില്ല, എനിക്കറിയില്ല. എന്നാൽ അങ്ങ് അറിയണം. കാരണം അങ്ങ് വേദപണ്ഡിതനാണെന്നുള്ള ഒരു അഹം അങ്ങേക്ക് വന്നു. വേദങ്ങളൊക്കെ ശരി തന്നെയാണ്, ഈ വേദമാർഗം സത്യമാർഗം തന്നെയാണ്. പക്ഷെ എന്താണ്, വേദങ്ങളനുസരിച്ച് യാഗങ്ങൾ ചെയ്താൽ ഭൗതിക സ്വത്തുക്കൾ കിട്ടും, സുഖങ്ങൾ കിട്ടും, വേണ്ടി വന്നാൽ സ്വർഗം വരെ കിട്ടും. പക്ഷെ വീണ്ടും വരേണ്ടി വരും. ഇത് പ്രവൃത്തിമാർഗം തന്നെ, കർമ്മമാർഗം തന്നെ ശരിയാണെന്ന് കരുതിക്കൊണ്ട് നടക്കുന്ന ഭൗതിക ലോകം, ഈ ലോകത്തെ ഈ സുഖങ്ങളാണ് സത്യമെന്ന് കരുതുന്ന മനുഷ്യർ, അവർ അങ്ങയുടെ ഈ വേദങ്ങളൊക്കെ പഠിച്ച് യാഗങ്ങളൊക്കെ ചെയ്യിച്ച് ഭൗതിക സ്വത്തുകൾ ഉണ്ടാക്കി അവരിങ്ങനെ ഭൗതിക സുഖത്തിൽ നിമഗ്നരായി നശിച്ചു കൊണ്ടിരിക്കും. ഇനി ആരെങ്കിലും വന്നിട്ട് ഇത് ജീവിതത്തിൻ്റെ അവസാന ലക്ഷ്യമല്ല, നിവൃത്തിമാർഗം എന്ന് പറഞ്ഞുകൊണ്ട് ജനനമരണ ചക്രത്തിനപ്പുറത്ത് പോകുന്ന ഒരു രഹസ്യമുണ്ട്, മാർഗം, മോക്ഷമാർഗം. അത് ആരെങ്കിലുമോ ഇനി അങ്ങ് തന്നെ എന്ന് പറഞ്ഞു കൊടുത്താലും അവർ വിശ്വസിക്കത്തില്ല. അപ്പോൾ അങ്ങയ്ക്ക് പറ്റിയ തെറ്റ് അങ്ങ് മനസ്സിലാക്കണം. അങ്ങയ്ക്കൊരു തെറ്റ് പറ്റി. എന്താണ്? അങ്ങ് ഭഗവാനെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല, മറിച്ച് കർമ്മമാർഗത്തെ പോഷിപ്പിച്ചു. ഇതല്ലേ ഇന്ന് നടക്കുന്നത്? ഭഗവാനെ എത്ര പേര് തൃപ്തിപ്പെടുത്തി? ഈ വേദങ്ങളൊക്കെ ശരിയാണെന്ന് കരുതുന്നവർക്ക് വേദപാഷണ്ഡികളെന്ന് പറയും. ഇവർ അമ്പലവാസികളായി തീരും. അമ്പലത്തിലെത്തി കുറച്ച് അർച്ചനാദികളൊക്കെ ചെയ്ത് അവിടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ആത്മീയ മാർഗത്തിലാന്ന് വൃഥാ ചിന്തിക്കും. തെറ്റായ ചിന്തയാണത്. ആത്മലാഭം കിട്ടുന്നില്ല അവിടെ. അപ്പം ലാഭമില്ലാത്ത പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ആ ആത്മലാഭം കിട്ടാതെ ജനകോടികളിങ്ങനെ, ഈ കലിയുഗമാണിത്. ഈ കലിയുഗത്തിൻ്റെ യുഗസ്വഭാവം അറിഞ്ഞിട്ടാണ് സാക്ഷാൽ ഭഗവാൻ തന്നെ അങ്ങേക്ക് ഈ ഒരു കഴിവ് തരാൻ പോകുന്നത്. എന്താണ് വ്യാസന് കൊടുത്തത്? അന്ന് ബ്രഹ്മാവിന് പൂർവ്വത്തിൽ കൊടുത്ത ആ 4 വരി ശ്ലോകം ഭാഗവതം നാരദരിലൂടെ വേദവ്യാസന് ഉപദേശമായിട്ട് കിട്ടുകയാണ്. അത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങളോടും. നമ്മളെല്ലാം വേദവ്യാസ ഭഗവാന്റെ അവസ്ഥയിലിരുന്ന് കഴിഞ്ഞുകൂടുന്നവരവർ. എല്ലാവർക്കും കുറേശ്ശെ നിരാശ ബാധിച്ചിരിക്കുകയാണ്. എന്താണ് ജീവിതം? എന്താണ് ജന്മത്തിൻ്റെ ലക്ഷ്യം? ഞാനിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? എൻ്റെ ഈ ശരീരം പോയി കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ് ചെല്ലേണ്ടത്? എന്തെങ്കിലും ഉണ്ടോ എനിക്ക് നേട്ടം? ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആചാര്യമുഖത്തു നിന്നറിയണം. അതല്ലാതെ ക്ഷേത്രത്തിൽ ചുറ്റി നടന്നിട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. ഭഗവാൻ പ്രഭാകര സിദ്ധിയോഗി, ഗുരുപരമ്പരയിൽ നിൽക്കുന്ന മഹാത്മാവ്, യോഗാചാര്യൻ, മരണമില്ലാത്ത യോഗി, അദ്ദേഹം ഈ കഥയാണ് എനിക്ക് ഉപദേശ രൂപേണ തന്ന നാവിലെഴുതി തരുന്നത്. ഭാഗവത മന്ത്രം ഭഗവാനെക്കുറിച്ച് പറയാനും പഠിപ്പിക്കാനും. അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ എന്നോട് ഡോക്ടർ സ്മിത ചോദിച്ചു, ഞാൻ ഈ ഭാഗവത ആചാര്യയായിട്ട് നിന്ന് വിശ്രമ ജീവിതത്തിലെത്തിയതാണ്. വീണ്ടും എതിർച്ഛയാ വസിഷ്ഠനാടി എന്ന് പറഞ്ഞൊരു നാടി കാണാനിടയായപ്പോൾ അതിൽ ആചാര്യൻ വസിഷ്ഠ മഹർഷി പറഞ്ഞിരിക്കുന്നു, അങ്ങേക്ക് വിശ്രമം ആയില്ല, അങ്ങ് സമാധി നടത്തുന്നതിന് മുമ്പ് വീണ്ടും ശ്രീമദ് ഭാഗവത കഥ ജനങ്ങളിൽ എത്തിക്കുകയും ജനങ്ങൾക്കിപ്പോൾ വേണ്ട കലിയുഗത്തിലെ ഔഷധം ശ്രീമദ് ഭാഗവതമാണ്, അത് പഠിപ്പിച്ചു കൊടുക്കുകയും വേണമെന്ന് എൻ്റെ ജന്മനിയോഗം ഇനിയും കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അടിയൻ ഇത് വീണ്ടും ഈ മഹത്തായ കർമ്മത്തിലേക്ക്, അദ്വിതീയമായ കർമ്മത്തിലേക്ക് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളോ എൻ്റെ ഈ വീഡിയോ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്
നമ്മുടെ ആ സിദ്ധസംഗമത്തിന് ശേഷം ഈ വേനലിൽ ഒരുപാട് ദേഹാസ്വാസ്ഥ്യങ്ങൾ വന്നപ്പോൾ നമ്മൾ വിശ്രമിക്കുമായിരുന്നു. പിന്നീടാണ് എന്താണ് എൻ്റെ കർത്തവ്യം, എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇനി ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന് വേണ്ടിയിട്ടെന്ന് എനിക്ക് വ്യക്തമായ നിർദ്ദേശം കിട്ടിയതിൻ്റെ പേരിൽ വീണ്ടും ഞാൻ ഭാഗവതത്തിലേക്ക് വരികയാണ്. എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾ കേട്ടിട്ട് എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കണം. ഞാൻ ഈ പ്രഭാഷണ മധ്യത്തിൽ തന്നെ പറയുകയാണ്. നിങ്ങൾക്ക് വേണ്ടത്, കൃത്യമായിട്ട് വേണ്ടത് മനസ്സമാധാനമാണ്, മനോബലമാണ്, മനഃശാന്തിയാണ്. മനസ്സിന് ബലം കിട്ടിയാൽ നിങ്ങൾക്ക് എന്താണെങ്കിലും നേടിയെടുക്കാൻ പറ്റും ഏത് പ്രായത്തിലും. വാർദ്ധക്യം എന്ന് പറയുന്ന ഒന്നില്ല, അത് ശരീരത്തിന് സംഭവിക്കുന്നതാണ്. മനസ്സിൻ്റെ ബലം അത് ഭഗവാൻ തരും. അത് നിങ്ങൾക്ക് ഞാൻ തരണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തേണ്ട ഒരവസ്ഥയുണ്ട്. അതെന്നെ സമീപിച്ച് ഭാഗവതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ തുടങ്ങുമ്പോഴോ നമ്മൾക്ക് ഒന്ന് സ്കാൻ ചെയ്യാം നമ്മളെ തന്നെ. ഞാൻ എന്തുവരെ ചെയ്തു, ഞാൻ എന്തായിരുന്നു ഇതുവരെ ഇന്നും ചെയ്തത്. എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഇത്രയും കാലം എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിപെട്ടു, എല്ലാം ചെയ്തു കൊടുത്തു കുടുംബത്തിന്. ജോലിയുള്ളവരും ജോലി ഇല്ലാത്തവരും എല്ലാം ഒരുപോലെ പറയുന്നത്. എൻ്റെ പ്രയത്നം മുഴുവനും എൻ്റെ കൊച്ചു കുടുംബം രക്ഷപ്പെടുത്താനായിരുന്നു. എന്നിട്ടും അവരെന്നെ വെറുക്കുന്നു, എന്നിട്ടും അവരെല്ലാവരും എന്നെ തഴയുന്നു. എന്നോട് അമ്മയ്ക്ക് പറയും, അമ്മമാർ പറയും, മക്കൾക്ക് സ്നേഹമില്ല, മകൻ വിളിക്കുന്നില്ല, മകൾ നോക്കുന്നില്ല, ഭർത്താവിന് സ്നേഹമില്ല, വേണ്ടപ്പെട്ടവരാരും എന്നെ കാണാൻ വരുന്നില്ല. എന്നിട്ടും എന്നിട്ടും എന്ത് ചെയ്തു നിങ്ങൾ നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയിട്ട്? ഒറ്റ വാക്കിൽ പറയാം, ഭഗവാനെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മം എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്താണ്? നാരദർ മുഖാമുഖം എന്ന് പറയുകയാണ്. സാക്ഷാൽ വേദജ്ഞനായ, വേദവിത്തായ, പണ്ഡിതനായിരിക്കുന്ന, ഗുരുവായിരിക്കുന്ന വേദവ്യാസനോട് പറഞ്ഞു കൊടുത്തത് ഞാനും നിങ്ങളോടൊന്ന് പറയട്ടെ ആ ശ്ലോകം. യൂഗുപ്സിതം ധർമ്മകൃതേ അനുശാസിത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമം യദ്വാക്യതേ ധർമ്മ ഇതേതര സ്ഥിത ന മന്യതേ തസ്യ നിവാരണം. യൂഗുപ്സിതം, അയ്യയ്യേ കഷ്ടായിപ്പോയി, അങ്ങയുടെ പ്രയത്നമെല്ലാം ഫലമില്ലാതായിപ്പോയി. 4 വേദങ്ങൾ രചിച്ചതല്ല, പകുത്ത വേദവ്യാസമുനി, 17 പുരാണങ്ങൾ എഴുതിയ മഹാകവിയോ എന്താ പറയേണ്ട, സർവജ്ഞന്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി യൂഗുപ്സിതം, നിന്നാവഹം ഒന്ന്. അപ്പം നമ്മുടെ പ്രവൃത്തിയോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. പരമ യൂഗുപ്സിതം അല്ലേ? നിവൃത്തിമാർഗത്തെക്കുറിച്ച് ഒട്ടുമേ ചിന്തിക്കാതെ കിട്ടിയ മനുഷ്യജന്മം പഴുതേ ചുട്ടുകളഞ്ഞിട്ട് പൂന്താനം പറയുന്നത് പോലെ നമ്മളിങ്ങനെ കഷ്ടം, നാരിചത്ത് നരനാകും, നാരിചത്ത് ഓരിയാകും എന്ന് പറയുന്ന മട്ടിൽ വന്നും പോയി ഇരിക്കാനുള്ള പണിയാണ് ഇപ്പം ചെയ്തു വച്ചിരിക്കുന്നത്. ഭഗവാനെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. ഭഗവാനെ സന്തോഷിപ്പിക്കാത്ത ഒരു കർമ്മവും നിലനിൽക്കത്തില്ല, ഒരു മനസ്സും സന്തോഷിക്കത്തില്ല, ഒരു കുടുംബവും രക്ഷപ്പെടത്തില്ല. നിങ്ങൾ മറ്റെന്ത് വേണമെങ്കിലും ചെയ്യുന്നുണ്ട്, പൂജകൾ നടത്തുന്നു, വിളക്കെടുക്കുന്നു, തിരുവാതിര കളിക്കുന്നു ഭഗവാന് വേണ്ടിയിട്ട്. ഭഗവാന് എന്തൊക്കെയാണ് നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്ന് ഇപ്പോൾ കാണിക്കുന്നത്? താലപ്പൊലി എടുക്കുന്നു, നിറപറ എടുക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. എന്നിട്ടും രക്ഷ കിട്ടത്തില്ല. കാരണം എന്താ? യൂഗുപ്സിതം, നാണക്കേടുണ്ടാക്കുന്ന നിന്നാവഹമായ പ്രവൃത്തി എന്ന് വേണം പറയാനേ. തൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ ഭഗവാൻ പറഞ്ഞിട്ടുള്ള വഴി പോയിട്ടില്ല. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? എൻ്റെ ഈ കഥ കലിയുഗത്തിൽ ആര് പറഞ്ഞു കൊടുക്കുന്നു അവർക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ പോലും നൽകുന്നു എന്നുള്ളതാണ്. ആര് കേൾക്കുന്നു? കേൾക്കുക. എല്ലാവർക്കും ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റും. ശൃണ്വന്തി ഗായന്തി യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്ര സ്തുന്വന്തി ദിവ്യൈസ്തവേ വേദോപാംഗ പദക്രമോപനിഷദ് ഗായന്തിയം സാമക, ഈ സാമഗാനം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്ര ദിവ്യസ്തവം. യജ്ഞശാലകളിൽ കാണുന്ന പോലെയൊന്നും അല്ല ഇത് ചെയ്യേണ്ടത്. യജ്ഞശാലകൾ ഭോജനശാലകളാക്കി മാറിയിരിക്കുകയാണ് കലിയുഗത്തിൽ. ദിവ്യമായ ഈ സ്തവം ബ്രഹ്മാവും രുദ്രനും വരുണനും ഒക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗലോകത്ത്, ദേവലോകത്ത്. സാമഗാനമാണിത്, സമാധാനം തരുന്നതാണ്. വേദോപാംഗ പദക്രമോപനിഷത്ത്, ഉപനിഷജ്ഞാനമൊക്കെ ഉണ്ടെന്ന് നമ്മൾ വെച്ച് അഹങ്കരിക്കുന്നു. ഭാഗവതം അതെന്താണ്? ഉപനിഷത്ത് പറയട്ടെ. സർവോപനിഷത്തോ ഗാവോ ദോക്തോ ഗോപാലനന്ദന ഭഗവത്ഗീത.
അപ്പോൾ അതിനും കേമമാണ് ഭഗവാന്റെ ചരിത്രം. ഭഗവത്ഗീത പറഞ്ഞ ഭഗവാന്റെ ജീവചരിത്ര പുസ്തകമാണിത്, നിങ്ങൾ പറയുന്നതല്ല. അപ്പോൾ ഗായന്തിയം സാമക, ആ ഗാനം നമ്മൾക്ക് പഠിക്കാൻ ഞാൻ വീണ്ടും ഒരവസരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പല സ്ഥലങ്ങളും തിരഞ്ഞെടുത്തെങ്കിലും നമ്മളുടെ കൂടെയുള്ള കുട്ടികളെല്ലാം കുട്ടികളല്ല, അവരെല്ലാം വീട്ടമ്മമാരുണ്ട്, വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. ഇവരെല്ലാം പറയുന്ന ആശ്രമത്തിൽ വെച്ച് ഒന്ന് എടുത്തൂടെ, അധികം ക്ലാസ് ഇല്ലാതെ അമ്മയ്ക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ ക്ലാസ് പുനരാരംഭിച്ചു. അതായത് നമ്മൾ അക്ഷയ തൃതീയയുടെ അന്ന് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിലേക്ക് നമുക്ക് നല്ല പിന്തുണ എല്ലാവരിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ നിങ്ങളോട്, ഈ കഥ കേൾപ്പിക്കുക അല്ലാതെ ദുഷ്കഥ കൊണ്ട് പോക്കല്ല അരക്ഷണം. അപ്പോൾ ഉള്ള ദുഷ്കഥകൾ മുഴുവൻ കേട്ട് നമ്മുടെ ചെവി ദുഷിച്ചിരിക്കുകയാണ്. ചെവിയിലൂടെ നേരെ പോകുന്നത് ബ്രെയിനിലേക്കാണ്, അതറിയാമോ? കേൾക്കുക മാത്രമേ വേണ്ടൂ. കേൾക്കുന്ന എന്തൊക്കെയാണ്? ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന വാർത്തകളും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളും പീഡന കഥകളും. പിന്നെ നമ്മുടെ കുടുംബം തന്നെ അങ്ങനെയാണ്. ഭാഗവതം വായിക്കുന്നുണ്ടോ? ഭാഗവതം ഇല്ലാത്ത വീട്ടിൽ താമസിക്കരുതെന്നാണ്. ഭാഗവത ഗ്രന്ഥം, ഈ ഗ്രന്ഥം എത്ര വീട്ടിലുണ്ട് ചോദിച്ചാൽ ഒന്ന് തൊട്ട് വന്ദിക്കാൻ പോലും. കലി കയറി അഴിഞ്ഞാടുന്ന വീടുകളാണ് ഇന്ന് കേരളത്തിലെ വീടുകളെല്ലാം. കലിയുടെ യുഗമാണ്. ശൗചം, ദയ, ദാനം, സ്നേഹം, ഇതൊന്നും കലിയുഗത്തിലില്ല. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. കിട്ടണമെങ്കിൽ എന്ത് വേണം? സർവത്തിൻ്റെ ഉറവിടമായ ഭഗവാൻ അവിടെ വരുമ്പോൾ മാത്രമേ പരസ്പര സ്നേഹം ഉണ്ടാകത്തുള്ളൂ. കലി കലഹപ്രിയനാണ്. അവൻ കുടുംബാംഗങ്ങളെ തന്നെ കയറി പിടിക്കുമെന്നാണ് ഈ ഗ്രന്ഥത്തിൽ ശ്രീകൃഷ്ണഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഉദ്ധവരോട്. ഉദ്ധവ, എന്നെ സ്നേഹിച്ച് എൻ്റെ മാർഗത്തിലേക്ക് വരുന്നവരുടെ കുടുംബങ്ങൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകുമെന്ന് ഈ ഉദ്ധവോപദേശത്തിൽ പറയുന്നു. മക്കളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ നല്ല ശല്യം ഉണ്ടാകുന്ന ഈ ഗ്രന്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവോപദേശത്തിൽ പറയുന്നുണ്ട്. കാരണം കലിയുടെ പാർത്തിരിക്കുകയാണ്. ഈ ആത്മാവ് ശ്രീകൃഷ്ണനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അനേകം ആൾക്കാർക്ക് സന്തോഷം പകരാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഈ കഥ പുനരാരംഭിച്ചിരിക്കുകയാണ്. വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നാഡിയിൽ നിന്ന് ഞാനിത് തുടങ്ങുന്നത്. 99, 47, 68, 83, 84 ഇതാണ് അമ്മയുടെ നമ്പർ. എല്ലാവർക്കും ഏറെക്കുറെ അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന ഡിപ്രഷൻ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ഡിപ്രഷനിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ധൈര്യമായി ഞാൻ പറയുക, ഡോക്ടർ സ്മിത ചോദിച്ചതുപോലെ അമ്മയുടെ കയ്യിൽ ഔഷധം ഉണ്ടല്ലോ, മരുന്നുണ്ടല്ലോ എന്ന്. നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്ന ക്ലിനിക്കാണ്. അതായത് അതിനകത്ത് നമ്മൾ തെറാപ്പി ഉണ്ട്, യോഗ തെറാപ്പി ഉണ്ട്, അതുപോലെ ഫിസിയോതെറാപ്പി ഉണ്ട്, ആയുർവേദ ഡോക്ടർമാർ നമ്മുടെ അവിടെ ഉണ്ട്, മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർമാരുണ്ട്. പക്ഷെ അവരെ അംഗീകരിക്കത്തില്ല. ആയുർവേദ ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ആ ആയുർവേദ ശാഖയോടൊപ്പം തന്നെ ഈ ഒരു വോയിസ് തെറാപ്പി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. അതിന് ഞാനൊരു ഇംഗ്ലീഷ് പേരിട്ടെന്നേ ഉള്ളൂ. ഭാഗവതം, രാമായണം ഇതൊക്കെ കേൾക്കുക. അതിന് വേണ്ടത് ഈ യുവ സമൂഹത്തിനെ നമുക്ക് വേണം. രോഗി ആയതിനു ശേഷം വന്ന് രോഗനിവാരണത്തിനില്ല, രോഗം വരാതിരിക്കാനാണ് ഇത് കേൾക്കേണ്ടത്. ആയുർവേദം എന്ന് പറയുന്ന രോഗം വരാതിരിക്കാനുള്ള ജീവിതശൈലിയാണ്. ഇതെല്ലാം പുച്ഛിച്ച് തള്ളിയിട്ട് ഏത് സമയവും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കാതെ കൃത്യമായിട്ട്, വേറൊന്നില്ല, സത്യസന്ധമായിട്ട് സത്യം പരം ധീമഹി എന്നാണ്. ജന്മാദ്യസ്യ യഥോന്യാദി ഇതരതച്ചാർത്തേഷ് അഭിജ്ഞ സ്വരാട് തേനെ ബ്രഹ്മഹൃദായ ആദി കവിയെ മുഖിയന്തിയ സൂര്യ തേജോ വാരി മൃതാം യഥോ വിനിമയോ എത്ര ത്രിസർഗാമൃഷ ദാംനാസേന സദാ നിരസ്തകുകം സത്യം പരം ധീമഹി. ഇതവിടെ നിൽക്കട്ടെ. അതിലും പ്രധാനമായിട്ട് ഞാനിപ്പോൾ ഈ വന്ന നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞല്ലോ. അഹമേ വാസമേ വാഗ്രേ നാന്യ സതസത്പരം പശ്ചാദഹം യഥേച്ഛയോ സ്വാവശിഷ്യതേ അസ്മ്യഹം. ആദിയിൽ ഈ പ്രപഞ്ചമില്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനവും ഈ പ്രപഞ്ചം എന്നിലേക്കും. പിന്നെ മധ്യത്തിൽ ഈ കാണുന്ന പ്രപഞ്ചം, ഈ ലോകം സത്യമാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങളെ എന്തു പറയാനാണ്? അങ്ങനെയാണ് ഭഗവാൻ ചോദിക്കുന്നത്. അഹം, നിങ്ങളുടെ അഹമല്ല, ഞാൻ വലുതെന്നുള്ള. അഹമേ വാസമേ വാഗ്രേ നാന്യ സതസത്പരം പശ്ചാദഹം യഥേച്ഛയോ സ്വാവശിഷ്യതേ അസ്മ്യഹം. ഞാൻ മാത്രമേ കാണുള്ളൂ, ഞാൻ മാത്രമേ അന്നും ഇന്നും ഉള്ളൂ. അത് ഭഗവാനാണ്.
ആ കഥ പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കുകയാണ്. വീഡിയോ കേൾക്കുന്ന എല്ലാവരും തന്നെ അത് ഒന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്ത് വന്നാലും ഞാൻ പഠിപ്പിച്ചെടുക്കുന്നതായിരിക്കും. ഇപ്പോഴുണ്ട് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങും മെഡിസിനും ഒക്കെ പഠിച്ച അമ്മമാർ ആണ് വരുന്നത്. ഇതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച്. അതിനാണ് ഈ ശ്രമം എടുക്കുന്നത്. ഈ പ്രായത്തിൽ പോലും ഞാൻ അതുകൊണ്ടാണ് ഇത് എൻ്റെ ഒരു ടാസ്ക്കായിട്ട്, എൻ്റെ കർത്തവ്യമായിട്ട് എടുക്കുന്നത്. നിങ്ങളും അതുകൊണ്ട് വരണം. ഈ കഥ ഞാനിവിടെ ഇവിടെ നിർത്തട്ടെ.